അപ്പൊ അടുത്ത ആഴ്ചയാണ് പാലാച്ച്. നേരത്തെ അങ്ങ് എത്തണം. നേരത്തെ ഞാനല്ലോ പാലും മേടിച്ചോണ്ട് വരുന്നത്. ഒരു വിറ്റങ്ങ് കാച്ചി. അല്ല അങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും? ഇളയവ പുറത്തു പോയേക്കുന്നു. ആ അതാണ്ട് എത്തിയല്ലേ. ആ ഇവനെ 2-3 എടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. മുളവര ബിവറേജിലാണോ? അല്ല. അപ്പൊ കുണ്ടറ ഷാപ്പിലായിരിക്കും. അയ്യോ അല്ല. ഇവിടെ ഒന്നും അല്ലെങ്കിൽ ഞാനായിരിക്കില്ല, കാരണം ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് പുറത്തു പോറില്ല. ഓ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇപ്പൊ തട്ടെടുക്കുന്നു, കുറച്ച് കഴിയുമ്പോ അഴിച്ചിടും. കറന്റ്ലി ഇപ്പൊ ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. അച്ഛാ, രണ്ടുപേര് സംസാരിക്കുന്നതിന് ഇടയിൽ കയറി സംസാരിക്കാതെ. ഓ പറച്ചിലേട്ടാ തോന്നിയോ? സ്റ്റാർ സിംഗർ പാടി സമ്മാനം മേടിച്ച ഫ്ലാറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അല്ല മൂത്ത മോൻ എന്ത് ചെയ്യും? മൂത്ത മോൻ എന്ത് പണയുന്നില്ലേ? വേണ്ട, ഞാൻ വിളിക്കാം. സോനു, ദേ നിന്റെ കളിപ്പാട്ടോ ഏതോ അങ്കിൾ എടുത്തോണ്ട് പോവാൻ പോന്നിട്ടാ. എന്റെ കളിപ്പാത്തം താതാ. ഇതെന്താ ഇങ്ങനെ? അത് ഇളയവനുണ്ടാവും വൈകിയപ്പം കുറച്ച് അധിക സ്നേഹവും വാത്സല്യം എല്ലാം കൂടി ഇങ്ങോട്ട് കൊടുത്തു. ഇവൻ ജോലിക്കൊന്നും പോകുന്നില്ലേ? ചെറിയ വഴി വലിയ സംസാരിച്ചോ. സോനുവിന്റെ കണ്ണെവിടെ? സോനുവിന്റെ മൂക്കെവിടെ? സോനുവിന്റെ ചെപ്പ എവിടെന്ന് വെച്ചൊരു ഒറ്റ അടിയാൻ കൊടുക്കാമോ? സോനു crying? സോനു ഗുഡ് ബോയ് ഓർ ബാഡ് ബോയ്? ആ എന്നാ ഇലക്ട്രിക് വണ്ടി ചാർജ് ആയി എടുത്തോണ്ട് പോ. നിങ്ങൾ കണ്ടോട്ടെ പന്നി. കൊഞ്ചാതെ പോടാ വണ്ടി എടുത്തോണ്ട്. വീട്ടിങ്ങനെ ഇരിക്കുന്ന ചില്ലറ പരിപാടിയല്ല കേട്ടോ. ഞാൻ രാത്രി ഇങ്ങോട്ട് വരാടാ. ഇവിടെ ഇപ്പൊ അച്ഛനും അനിയനും വരാൻ സമയമായി. ഈ കോലം കൊണ്ട് കുറെ ആള് പോകുന്നു. ഞാനേ ഇവിടെ തീയിട്ടു. ഇത് പോലീസ് സ്റ്റേഷനല്ലേ? അടുത്ത ഒന്നേക്കെ ദേവൂടാക്കുമല്ലോ. കുട്ടിക്കളി മാറാത്തവൻ. ആര്? എടാ, പഠിക്കാൻ ബുദ്ധിയില്ലാത്തോണ്ട് പണിക്കോ മടിയായോണ്ടല്ലടാ നീ വേഷം കിട്ടിയേക്കുന്നത്. ചുമ്മാ അങ്ങോട്ടും പറയരുത്. എടാ മാച്ചി മോനെ, കൈയ്യട ഞാൻ പറയാം. 20 വയസ്സിലെ ആണുങ്ങളുടെ ജീവിതം മൊട്ടയായ ടയർ പോലെ ഏത് നിമിഷം വേണേലും പൊട്ടാം. അതിന് അത് താങ്ങാനുള്ള മനസ്സ് എനിക്ക് ദൈവം തന്നിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തെ അറിയാണ്ട് പൊട്ടനാവണം, അതോ അറിഞ്ഞുകൊണ്ട് പൊട്ടനാവണം. അതുകൊണ്ട് ഞാനാടാ അനുഭവിക്കുന്ന പന്നി. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടൊരു കുട്ടി, അത് തിരിച്ചറിയേ. സോനി പോവാഞ്ഞേ. ബീച്ചിൽ പോണോ ബാക്കി പോണോ? ബാക്കി പോവാ. എന്നാ ബീച്ചിൽ പോവാ. അച്ഛൻ വന്നോ? ചാച്ചോ ചാച്ചാ സൂക്ഷിച്ചിരിക്കണേ. അവളെന്നെ ഇട്ടിട്ട് പോയാ ഞാൻ ഈ വെള്ളം അടിച്ച് മരിക്കുമെന്ന് അവള് വിചാരിച്ച. ആദ്യം നീ അടി, ഇനി പറ. സത്യം പറഞ്ഞ വൈഷ്ണവിയെ പോലൊരു പെണ്ണിനെ കിട്ടാൻ പാടാ. പക്ഷെ എനിക്ക് അവള് വേണമെന്നൊന്നുമില്ല. അതുകൂടെ എടുത്തും കൊടുത്തേടാ. ഇനിയൊന്ന് പറഞ്ഞേ. എനിക്ക് അവളില്ലാതെ പറ്റൂലടാ. ഇതും കൂടെ ഒന്ന് അടിച്ച്. നിനക്ക് എന്താ? അല്ല അടുത്ത ഇത് കഥാപാത്രം ഒന്ന് അറിയാനാ. ഐ വാണ്ട് ടു ഡാൻസ്. എനിക്കിതൊന്ന് ആഘോഷിക്കണം. എങ്ങനെ? കരഞ്ഞ് എനിക്കൊന്ന് ഉല്ലസിക്കണം. കുമാർ ഓക്കെ, ഭാര്യ ഇവിടെ തന്നെ ഭാര്യയല്ല, അപ്പുറത്തെ ഫ്ലാറ്റിലൊന്ന് ചോദിച്ചു നോക്ക്. അതായത് എന്റെ ഭാര്യയാന്ന്. നല്ല രസമുണ്ട്. നിങ്ങൾ ഇവിടെ എന്തൊരു ബഹളമാണ് കാണിക്കുന്നത്? അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ആർക്ക് ഓർക്കണ്ടേ? അതിന് ഞങ്ങൾ താരാട്ടോട്ട് ഇട്ട് കൊടുക്കണോ? ഹലോ ഈ ഫ്ലാറ്റിലെ പ്രസിഡന്റ് ആരെന്നറിയോ? ഇന്ത്യൻ പ്രസിഡന്റിനെ അറിയാം. നീ അവിടുത്തെ തന്നെ എവിടെയും. കുമാർ, these guys are literally screaming, idiots. സംഭവം മനസ്സിലായില്ല കേട്ടോ. ഇത് ഞങ്ങൾ കാശ് കൊടുക്കുന്ന ഫ്ലാറ്റ്, ഞങ്ങളിവിടെ ബഹളം വെക്കും, വേണേ ഡാൻസ് കളിക്കും. ചിലപ്പം പാട്ടും പാടും. അതെ, ഇവിടെ കുടുംബത്തിൽ പറഞ്ഞവരാ താമസിക്കുന്നത്. എന്നാ പിന്നെ നീ എന്താ ഫ്ലാറ്റിൽ താമസിക്കുന്ന? പോയി കുടുംബത്തെ മനാഫെ വിളിക്കുന്നോ? എന്തോ ബ്രോ? നോട്ട് മനാഫ്, ഇറ്റ്സ് ഇനാഫ്. വിളിച്ചു വരുത്തി കളിയാക്കുന്നോടാ. നീ ഭയങ്കര ഷോ എന്ന്. സ്വന്തം കുടുംബത്തെ കാര്യം നോക്കണ. എന്നെ പേരിന്താൽ അതിറാ ബ്രേക്കപ്പിന്റെ ഇടയ്ക്ക് അവന്റെ Don't worry, കുമു, അടുത്തത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ അസോസിയേഷനിൽ കാണിക്കണം. ഷോമി ബാക്ക് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി.
ഇത് നീ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ട് പേടിച്ചോലുണ്ടല്ലോ. നാളെ ഒന്നും കൂടി എടുത്താലോ ഗുമു? ഗുമ ഗുമാന്ന് കിട്ടും ബാബാ. വേദന ഉണ്ടോ? ഇല്ല, സൗണ്ടേ ഉള്ളായിരുന്നു. 10ാം ക്ലാസ് വരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? മനോഹരം. അത് കഴിഞ്ഞ് +2 അതിമനോഹരം. പിന്നെ എറണാകുളത്ത് വന്ന് കോളേജ് അഡ്മിഷൻ എടുത്തപ്പോഴും അതമ്പതിച്ച്. എല്ലാത്തിനും കാരണം ഈ ഡാഡിയസ് മോൻ ഒറ്റ ഒരുത്തനാ. എന്താണ് മച്ചാനെ അങ്ങനെ ഒരു സംസാരം? പച്ചമലമത്തി പറയണ മച്ചാനെ പച്ചക്കാണ്. ഇതെടുത്ത് ഞാൻ അണ്ണാക്കി കേട്ടു പറയണ. ദിനേശെ കളിക്കല്ലേ, വേനിക്കും സ്ലാങ് മാറിയെന്നല്ലേ ഉള്ളു, ലാംഗ്വേജ് ഒന്നല്ലേ. കഴിഞ്ഞ വർഷം തീരാറായപ്പോ നീ എന്തോടാ പറഞ്ഞത്? പോയിട്ട് അടുത്ത വർഷം കാണാന്നറിയാ. ആ സ്പീക്കറിൽ നിന്നാടാ. ഹാപ്പി ന്യൂ ഇയർ. അല്ല, എറണാകുളത്തോട്ട് കെട്ടുപൊട്ടിച്ചങ്ങ് പറക്കാന്ന്. എന്ത് രാത്രി നമ്മൾ മറൈൻ ഡ്രൈവ് പോയി ചായ കുടിച്ചിരിക്കാറില്ലേ? അവിടെ പോയി കൊതുകടികളുടെ പേര് അച്ചില്ലേ? വേറെ സാധനമുണ്ട്, ലുലുമാളി 5 പൈസ കറങ്ങിട്ട് പറയാ വൈബെന്ന്. ഇത് കണ്ടു കുറെ എണ്ണം ഇങ്ങോട്ട് കെട്ടിയെടുക്കും. ആഹാ, എറണാകുളത്തെ ഗേൾസിനെ പറ്റി പറയടാ. പക്ഷെ പട്ടിണിയല്ലേ? ഇന്നലെ നോക്കിയപ്പോ ഈ മല പോലിരിക്കുന്ന മനുഷ്യൻ ബ്രെഡും തൈരും കൂട്ടി തിന്നുന്നു. അയ്യോ, അത് 4 ദിവസം മുമ്പ് വാങ്ങിച്ചു വെച്ച പാലാണ്. തൈര് എടാ, ഇതുപോലത്തെ ഒരു ഫോട്ടോ പണ്ട് നമ്മുടെ സയൻസ് ബുക്കിൽ കണ്ടിട്ടില്ലേ? ആ പൂപ്പ. ശലഭമേ ഒന്ന് വിരിയോ? ബ്രോ ബൈക്കിന്റെ ചാവി ഒന്ന് തരൂ. റംസാനെ വെളുപ്പിന് 4 മണിക്ക് എവിടെ പോന്നു? പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പോന്നു. നമ്മുടെ കൊച്ചു വെയിറ്റിംഗ് ആണ്, കാണാൻ പോവാനാണ്. ആ ടേബിളിന്റെ അവിടെ ഇരിപ്പുണ്ട്. ചെല്ലു. രാവിലെ ഉറക്കോ രാത്രി കറക്കോ? നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത് അമേരിക്കയുടെ നൈറ്റ് ലൈഫ് എൻജോയ് പറഞ്ഞോടാ തന്താണ്. മച്ചാനെ പേപ്പറുണ്ടാ? മനോരമ മാതൃഭൂമി. അജേഷിന്റെ റൂമല്ലേ? അജേഷിന്റെ റൂം അപ്പുറത്തടാ. പോടാ, പുക മാറ്റി നോക്ക്. പോട്ടെ. പോടാ. എന്തായാലും നമ്മളെ വീട്ടുകാർക്ക് അഭിമാനിക്കാം. അയ്യോ, സാറ് തഹസിൽദാറല്ലേ? ഏയ്, ജോലിയൊന്നും ആയില്ലെങ്കിൽ നമ്മൾ ഈ സാമാനം ഒന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ലല്ലോ. യെസ്, വി എക്സിസ്റ്റ്. അജേഷ് പേപ്പർ എന്ന് വെച്ചപ്പോ മനോരമേന്നറ. എടാ, നീ അജേഷിന്റെ റൂമിൽ എത്തിയില്ലടാ. അപ്പൊ അജേഷ് ഏത് റൂമില്? ബാത്റൂമില്. പോടാ. ഓ, നീ പൊളിമൂടല്ല അല്ലേ ബ്രോ? ഇത് മൂഡ് വെഞ്ഞാറമൂട്. പോടാ. അജേഷേ, ഇവന്മാര് മൂടല്ലടാ. ഓക്കെ. അതെ, വാഷിംഗ് മെഷീനിൽ തുണിയും ഇട്ടു, പാത്രവും കഴുകി വെച്ചു. ഗുഡ് ജോബ് അബി. താങ്ക്സ്. എന്നാ ഞാനൊന്ന് പുറത്തോട്ട് പോയിക്കോട്ടെ, അവന്മാരെ ഇടന്ന് വിളിക്കുന്നു. വേണ്ട, ഞാൻ എത്ര നാളായി അവന്മാരായിട്ടൊന്ന് പുറത്തോട്ട് പോയിട്ട്. നിനക്ക് ഞാനാണോ വലുത് അതോ അവന്മാരാണോ വലുത്? നീ എന്നാ പോണ്ട. പോണ്ട. വേണ്ട. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫുൾ ടൈം ഫ്ലാറ്റിൽ തന്നെ. എവിടെ കുഞ്ഞിപ്പങ്ങൾ? അവിടെ പെങ്ങളെ. ആ, കല്യാണത്തിന്റെ അന്ന് മുങ്ങിയതാ രണ്ടും കൂടെ. 27 മണിക്കൂർ ഫ്ലാറ്റിൽ തന്നെ അങ്ങ്. പെങ്ങളെ, നമുക്കറിയാം കല്യാണം കഴിഞ്ഞവന് നമ്മളോട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നത്. സാധാരണ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് വരുമ്പോ ക്യാരറ്റ് ഹൽവയാണ് കഴിക്കാൻ കൊടുക്കാറ്. ക്യാരറ്റ് അലുവയാ, മട്ടനാ, ചിക്കനാ, എന്താന്ന് വെച്ചാ ആവട്ടെ. ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ്. യോ, എന്തേ കച്ചവടം തുടങ്ങി? നീ പോയി ഡ്രിങ്ക്സ് എടുത്തിട്ട് വാ, ചെല്ലേ. പെങ്ങൾ അവിടെ നില്ല്, പറയട്ട്. നിനക്ക് ഓർമ്മയില്ലേ എളിയാ? ഓർമ്മയില്ല. കല്യാണത്തിന് ഇവിടെ കൂട്ടുകാര് ജാൻസി വന്നപ്പോഴത്തേക്ക് നീ പറഞ്ഞ് ജസ്റ്റ് മിസ് ഇല്ല, അതിനെ നോക്കിയാ മതിയായിരുന്നു. എന്നെ വിറ്റായിരുന്നടാ അത്. ഭയങ്കര വിറ്റായിരുന്നത്. അല്ല, നിങ്ങളാരും കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ? അവനോ പെട്ട്. ഇനി നമ്മളും കൂടെ പെടണമെന്നാണോ കുഞ്ഞി പെങ്ങള് പറയുന്നേ? അടുത്ത വിറ്റ്. ആ, പിന്നെ കഴിവുള്ളവനാട്ടോ. എന്നെ ത്രികോണത്തിൽ പുകവിടാൻ പഠിപ്പിച്ച ആശാനെ ഇരിക്കുന്നേ. Hey, wait. Who gave you first puff? You Das. Who gave you first peck? Das. You. Who gave you first girl? You Das. You always. What did he say? Nothing dear. നീ പോയി അമ്മർക്കത്തിൽ വെള്ളം എടുത്ത് കളി കൊടുത്ത് കൊല്ലേ, ചെല്ലേ. അളിയ, എന്താടാ? നിങ്ങൾ തമ്മിൽ സെറ്റല്ലേ? ലൗകിക ജീവിതത്തിൽ എന്തെങ്കിലും തകരാറ് ഉണ്ടെങ്കി എന്നെ വിളിച്ചാ മതി. എന്തിന്? അല്ല, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, അതെ നമ്പർ തരാന്ന്. അല്ല, കുഞ്ഞിക്കാലൊന്നും കണ്ടില്ല. എടാ, 2 ആഴ്ചയുള്ള കല്യാണം കഴിഞ്ഞിട്ട്. ഓ, ഐ ഫോർഗോട്ട് ഇറ്റ്. സോറി. ചായ മതി എന്ന് പറയാളിയ. എന്താ? 10 വരെ ഞാനുണ്ട്. സാറ്റ് കളിക്കാനാണോ? അതിനു മുമ്പ് ഈ അലവലാദികളെ എന്റെ ഫ്ലാറ്റിൽ ഇറക്കി വിട്ടോണോ? എടി, അതെന്റെ ഫ്രണ്ട്സാ. ഇതാണോ ഫ്രണ്ട്സ്? ഇവന്മാര് വാ തുറക്കുന്നത് തിന്നാനും ആവാസം പറയാനോ തെണ്ടികള്. ഇതെന്റെ ഡാഡി അറിഞ്ഞോണ്ടല്ലേ. എടി, കുറച്ച് കഴിയുമ്പോ അവന്മാർ ഇറങ്ങി പൊക്കോളൂ. പറ്റത്തില്ല, നീ പറഞ്ഞു വിടുന്ന അതോ ഞാൻ ഇറക്കി വിടണോ? ഞാൻ പറഞ്ഞു വിട്ടോളാം. അളിയ, അവൾക്ക് ചെറിയൊരു തലവേദന. ദാസെല്ലാം കേട്ടു. നന്ദിയുണ്ടേ. എടി, മോശമായി പോയി. ആ, കണക്കായി പോയി. എടി, എനിക്കറിയാം അവന്മാര് തെണ്ടികളാണ്, ചെറ്റകളാണ്, വൃത്തിയേട്ടവന്മാരാണെന്ന്. ആ, അങ്ങനത്തെ ഫ്രണ്ട്സിനെ നിനക്ക് വേണ്ട. ഓ, ഇനി ആ വൃത്തിയേട്ടവനൊക്കെ ഞാൻ ഫ്ലാറ്റിൽ കേട്ടത്തില്ല. പോരെ. ആ, ഒന്ന് മൂത്രമൊഴിക്കാൻ കയറിയതാ. പിടിച്ചു നിന്ന് കൊറേ പറ്റി
പറ്റിയില്ല. ഞാനിവിടെ പെടുക്കരുതായിരുന്നു അല്ലേ? അവന്മാര് ഓടി ഓടി ഓടിയല്ലേ? ഇപ്പൊ ചെന്നാലേ കൂടെ പിടിക്കാൻ പറ്റൂ. ഇടയ്ക്ക് പോട്ടെ.